അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 2-3 ദിവസങ്ങളായി ലിബറലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു സെഷനിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയും അതുപോലെ തന്നെ ലിബറൽ എപ്പിസ്റ്റമോളജിയും തമ്മിലുള്ള ഒരു ക്രിട്ടിക്കൽ കമ്പാരിസണാണ്. ഓക്കെ, എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് സയൻസ് അല്ലെങ്കിൽ നോളജ് എന്നൊക്കെ പറയും. അറിവ് സമ്പാദിക്കുന്നതിൻ്റെ, ആർജിക്കുന്നതിൻ്റെ, അറിവിൻ്റെ പ്രകൃതം എങ്ങനെയാണ് തുടങ്ങി അറിവുമായി സംബന്ധമായിട്ടുള്ള എൻ്റെ ഒരു ഫിലോസഫിക്കൽ ചർച്ചയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ജ്ഞാനശാഖയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചനകൾ തുടങ്ങുന്നത്. എപ്പിസ്റ്റമോളജിയെ മനസ്സിലാക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ടെർമിനോളജി കൂടിയുണ്ട്. അതാണ് ഓണ്ടോളജി എന്ന് പറയാം. ഓണ്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സത്ത എന്ന് പറയും. അതിൻ്റെ ഒരു സത്ത, ഭവശാസ്ത്രം എന്നൊക്കെ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഉണ്മാശാസ്ത്രം എന്നൊക്കെ. അതായത് ഏതൊക്കെ തരത്തിലുള്ള മൗജൂദാത്തുകൾ, അറബിയിൽ പറയുകയാണെങ്കിൽ ഉണ്മകളുണ്ട്, ഭൗതികമായിട്ടുള്ളത്, അഭൗതികമായിട്ടുള്ളത്, ഇങ്ങനെ ധാരാളം തരം ഉണ്മകളുണ്ട്. ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം ഈ പേന നമുക്ക് തൊടാൻ പറ്റുന്നില്ലേ? ഞാൻ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു ആശയം പറഞ്ഞു, അല്ലെങ്കിൽ സ്നേഹം പറഞ്ഞു, അത് തൊടാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമല്ലേ. പക്ഷെ ഈ രണ്ടും ഒരേ തരം ഉണ്മകളാണോ? അല്ല. ഒന്ന് ഫിസിക്കലായിട്ടുള്ളതുണ്ട്, ഫിസിക്കൽ അല്ലാത്ത ഉണ്മകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഇല്ലേ? അപ്പം ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ് ആണ്, സത്തകളാണ്. അത് പല ലെവലുകളിലുള്ളതുണ്ട്. അതിനാണ് ഈ ഓണ്ടോളജി എന്ന് പറയാം. അപ്പോൾ ഫിസിക്കലായിട്ടുള്ളതുണ്ട്, മെറ്റാഫിസിക്കലായിട്ടുള്ളത് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭക്ഷണം രുചിച്ച പോലെ നമ്മൾ ആ രുചിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം പോലെ ആവില്ല ഒരു പക്ഷേ നമ്മൾ ആശയപരമായ നമ്മളെ അനുഭവങ്ങൾ. ഇപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതും ഇപ്പോൾ ഒന്ന് ബീഫ് കഴിച്ചപ്പോൾ കിട്ടിയ രുചി എന്ന് പറഞ്ഞ ഫീലിംഗ് രണ്ടും ഒരേ മാതിരിയാണോ? എന്ന് വെച്ചാൽ രണ്ട് തരം എൻറ്റിറ്റികളാണ്. ഒന്ന് വളരെ ഫിസിക്കലായിട്ടുള്ളതാണ്, ഒന്ന് വളരെ മെറ്റാഫിസിക്കലായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അടിസ്ഥാന അറിവിൽ നിന്നും ഉണ്ടായിരിക്കണം ഇനി നമ്മളെ ചർച്ചകൾ വരിക. അപ്പോൾ ഞാൻ ഇനി നമ്മളെ ചർച്ചയിൽ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ബേസ്, ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാകണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിബറൽ ഐഡിയോളജിയെ കുറിച്ചിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലൊരു കോണ്ടക്സ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പലരും ആർഗ്യുമെന്റ് ഉന്നയിക്കാറുള്ളതുണ്ട് ലിബറലിസ്റ്റുകളൊക്കെ. എന്താണത്? ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക എന്നുള്ള ഒരു ചോദ്യം. ഇനി ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയം, കുറച്ചു മുമ്പ് നമുക്ക് തന്നെ അറിയാം, ഒരു MM അക്ബറിനായിട്ടുള്ളൊരു സംവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിക്കപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഹൃദയം കൊണ്ട് ചിന്തിക്കേ. നമ്മളെ ഖുറാനിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹാർട്ട് ചിന്തിക്കണത് നമ്മളോട് മനസ്സിലാക്കിയിട്ടില്ലല്ലോ, നമ്മളെ ബ്രെയിനല്ലേ. മോഡേൺ സയൻസ് പറയുന്നത് ബ്രെയിനിലാണ് ഈ കോഗ്നിറ്റീവ് എബിലിറ്റി ഉള്ളത്, അതിൻ്റെ ചിന്തിക്കാനൊക്കെയുള്ള ശേഷി. അപ്പോൾ ഈ ഇവിടെ കിടക്കുന്ന ഹാർട്ടിന് എന്ത് ചിന്താശേഷിയുള്ളത്? അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത്? ആ ഹാർട്ട് എന്താണ്? ആ ഹാർട്ടിനെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഫിലോസഫിയിൽ അതിനെ നമ്മൾ എവിടെയാണ് അതിനെ പ്രതിഷ്ഠിച്ച് വെക്കുന്നത്? അത് ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള ഹാർട്ടാണോ, അല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒന്നാണോ, മെറ്റാഫിസിക്കലായിട്ടുള്ളതാണോ? അപ്പം ഇങ്ങനെ കുറേ ആലോചനകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, എന്തിനാണ് ശരിക്കും നമ്മൾ ഈ എപ്പിസ്റ്റമോളജി പഠിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാത്തരം ഐഡിയോളജികളെയും എല്ലാത്തരം ആർഗ്യുമെൻറ്റുകളെയും കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ ആർഗ്യുമെൻറ്റുകളൊക്കെ ഒരു ബേസ് എന്താണ്, അതിൻ്റെയൊക്കെ ലോകവീക്ഷണം എന്താണ് നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യുമ്പോൾ, അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മളെ അവതരണങ്ങളൊക്കെ അത്രമാത്രം സമഗ്രമാവുള്ളൂ, വിഷയ കേന്ദ്രീകൃതമാവുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അന്നിപ്പോൾ അവിടെ ചോദിക്കപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഈ ഹൃദയത്തിലും ബ്രെയിനിലൊക്കെ ഉള്ളത് ന്യൂറോ സെൽസ് ആണ്, അതേപോലെ ഹൃദയത്തിലും ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഭാവിയിലൊക്കെ പഠനം കണ്ടെത്തിയേക്കാന്ന്. എന്നുവെച്ചാൽ ആ യുക്തിവൽക്കരിച്ചിട്ട് അതിലേക്ക് ആക്കിയിട്ട് മോഡേണിറ്റി പറയുന്ന ഒരു ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിലേക്ക് അതിനെ യുക്തിവൽക്കരിച്ചിട്ട് പറയുന്ന ഒരു രീതിശാസ്ത്രം ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒന്നാണത്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അറിവ് അന്വേഷണത്തിൻ്റെ, അറിവ് ആർജിക്കുന്നതിൻ്റെ, അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പറയുന്നതാണ് എപ്പിസ്റ്റമോളജി എന്നുള്ളത്. ശരിക്കും ഈ ജ്ഞാനത്തെ സയൻസ് എന്നൊക്കെ പറഞ്ഞ, സയൻസ് എന്നുള്ളത് ശരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞ മോഡേൺ സയൻസ് എന്നുള്ള ഒരു ടേം ഉണ്ട്, ആ ഒരു ഡെഫിനിഷൻ ഉണ്ട്.
അങ്ങനെ ആയിരുന്നില്ല ഒരു 19-ാം നൂറ്റാണ്ടിന് മുമ്പ് സയൻസിനെ കുറിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മനസ്സിലാക്കലൊന്നും. അതെന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്വേഷണങ്ങളെ കുറിച്ചുള്ള എല്ലാത്തരം അറിവന്വേഷണത്തിനെയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷനെ ഇൻവെസ്റ്റിഗേഷനെ ഒക്കെ സയൻസ് എന്നായിരുന്നു ആധുനികതയ്ക്ക് മുമ്പ് ലോകം മനസ്സിലാക്കിയിരുന്നത്, മോഡേണിറ്റിക്ക് മുമ്പ്. എന്താ പറഞ്ഞത്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേ ഓഫ് നോളജ്. മോഡേണിറ്റിക്ക് ശേഷം എന്ത് ചെയ്തു? ആ ഡെഫിനിഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിസിക്കലും എംപിരിക്കലും ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് സയൻസ് എന്ന് പറയാനായി. അപ്പം അറിവ് എന്നുള്ളത് അന്വേഷണത്തിൻ്റെയൊക്കെ നിർവചനത്തിൽ ചെറിയൊരു റിഡക്ഷൻ സംഭവിച്ചു, ഒന്ന് ചുരുങ്ങി. ഫിസിക്കലായിട്ടുള്ളതിനെ കുറിച്ചുള്ള മാത്രം അന്വേഷണമാണ് അറിവും, ബാക്കിയുള്ളതൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളും മിത്തുകളുമാണ് എന്നുള്ളതായി, ഫിസിക്കൽ അല്ലാത്തതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ. ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നത്. അപ്പം പ്രീ മോഡേൺ കാലഘട്ടത്തിൽ ആധുനികതയ്ക്ക് മുന്നുണ്ടായിരുന്ന ഒരു ജ്ഞാന കൾച്ചർ എന്ന് പറഞ്ഞാൽ, ഒരു എപ്പിസ്റ്റമോളജിക്കൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻക്ലൂസീവ് ആയിരുന്നു. എല്ലാ തരം ഉണ്മകളെയും ഫിസിക്കലായിട്ടുള്ള മെറ്റാഫിസിക്കലായിട്ടുള്ള എല്ലാത്തിനെയും അംഗീകരിക്കുകയും അത്തരം ആ ഒരു രൂപത്തിലുള്ള അറിവിൻ്റെ മാർഗങ്ങളെ, ഇപ്പം നമ്മളെ ബുദ്ധി, യുക്തി, റെവലേഷൻ, വഹ്യ്, ഇൻറ്റ്യൂഷൻ, ഇൽഹാമുകൾ മനുഷ്യനുണ്ടാകുന്ന ഇതൊക്കെ മനുഷ്യൻ്റെ അനുഭവങ്ങൾ, കുറേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കെട്ടുകഥ പറയാന്നുള്ളതിനപ്പുറത്ത് കുറേ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ. അപ്പം അത്തരത്തിൽ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസ്റ്റമോളജിക്കൽ ട്രഡീഷനും കൾച്ചറായിരുന്നു മോഡേണിറ്റിക്ക് മുമ്പ്. ആധുനികതയ്ക്ക് ശേഷം അതിന് വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചു, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയും. ഇതിന് പറഞ്ഞ പേര് സെക്യുലറൈസേഷൻ ഓഫ് നോളജ് എന്നുള്ള. സെക്യുലറൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയാം. അപ്പോൾ ഈ നോളജിനെ സെക്യുലറൈസ് ചെയ്തു. എന്താ സെക്യുലറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ? സെക്യുലർ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഗ്രീക്ക് ടേം ശരിക്കും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാക്കിൻ്റെ അർത്ഥം സെക്യുലസ് എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ്ലി എന്നർത്ഥം, ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട എന്നുള്ളത്. അതായി സെക്യുലർ എന്നുള്ള വാക്കിൻ്റെ തന്നെ നിർവചനം, അത് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. എന്ന് വെച്ചാൽ അറിവുകൾ, എല്ലാത്തരം ജ്ഞാനങ്ങളും ഈ ലോകത്തിലേക്ക് മാത്രമായി ഒതുക്കി, ദിസ് വേൾഡ്ലി എന്ന് പറഞ്ഞാൽ ലൗകികമാക്കി. അതിൻ്റെ അതർ വേൾഡിലെ ആയിട്ടുള്ള ഈ ലോകത്തിനപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന അറിവിൻ്റെ തലത്തെ നിരാകരിച്ചുകൊണ്ട് ഈ ലോകത്ത് രൂപപ്പെട്ട എല്ലാത്തരം അറിവുകളും ഈ ലോകത്തേക്ക് മാത്രമുള്ളതാണ്, ഈ ലോകത്ത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയതാണ് എന്ന രൂപത്തിൽ അറിവിലുണ്ടായിരുന്ന മെറ്റാഫിസിക്കലായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള എല്ലാ എലമെൻറ്റുകളെയും നിരാകരിച്ചുകൊണ്ട് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികവാദാധിഷ്ഠിതമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ മാത്രം ലോകമാണ് എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിലേക്കും മാത്രമായിട്ട് അതിനെ ഒതുക്കി. സെക്യുലറൈസേഷൻ വളരെ ഫിസിക്കലായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റാഫിസിക്കലും സ്പിരിച്വലായിട്ടുള്ള എലമെൻറ്റുകളും എല്ലാം നിരാകരിച്ചുകൊണ്ട്. ഇതാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയത്ത് സംഭവിച്ചത്. ഇതോടുകൂടെ പിന്നുണ്ടാകുന്ന ലോകത്ത് രൂപപ്പെട്ട എല്ലാത്തരം അറിവുകൾക്കും ഈ ഒരു സ്വഭാവം കാണാൻ പറ്റും. എല്ലാവരും സ്പിരിച്വൽ മെറ്റാഫിസിക്കൽ എന്നുള്ള എലമെൻറ്റിനൊക്കെ ഒരു അന്ധവിശ്വാസം, ഒരു മിത്ത് എന്നുള്ള കാറ്റഗറിയിലേക്കാട്ടി അതിനെ മാറ്റി വെച്ചിട്ട് മനുഷ്യൻ്റെ ഈ ലോകത്ത് അവൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രയാണങ്ങൾക്കും അവൻ്റെ ജീവിതത്തിലെ സാമൂഹിക രാഷ്ട്രീയമായ വ്യവഹാരങ്ങൾക്കും വിനിമയങ്ങൾക്കും ഒക്കെ തന്നെ ഈ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അറിവ് മതി. ആ അറിവ് കൊണ്ട് തന്നെ അവൻ്റെ എല്ലാത്തരം പുരോഗതിയും സാധിക്കും എന്നൊരു ആർഗ്യുമെൻ്റ് അവിടെ പ്ലേസ് ചെയ്തു. ഇതാണ് 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിന് ശേഷം ഒരു പോസ്റ്റ് മോഡേൺ സമയത്ത് ശരിക്കും ഒരു ആധുനികതയ്ക്ക് ശേഷം ഈ വന്നൊരു ചിന്താപരമായ അതിൻ്റെ ഘടനയിൽ തന്നെ ഒരു മാറ്റം വന്നു. എന്താ മാറ്റം വന്നത്? അതിൻ്റെ മെറ്റാഫിസിക്കൽ സ്പിരിച്വൽ എലമെൻറ്റുകളൊക്കെ ഒഴിവാക്കി. അത് മാത്രമല്ല, മറ്റൊരു വശം കൂടി ഇത് വരുന്നുണ്ട്. ഒരു ടെലിയോളജി കേട്ടണോ? ടെലിയോളജി എന്ന് പറഞ്ഞാൽ പർപ്പസ്. ഇപ്പം ചെറിയൊരു ഉദാഹരണം ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ബീഫല്ലേ കഴിച്ചത്, അല്ലെങ്കിൽ പൊറാട്ട പൊറാട്ടയ്ക്ക് ഒരു 4 തരം കോഴ്സുകളുണ്ട്. ഇപ്പോൾ അരിസ്റ്റോട്ടിലിയൻ കോഴ്സുകൾ എന്ന് പറയും. അരിസ്റ്റോട്ടിൽ പറഞ്ഞ 4 കോഴ്സുകളുണ്ട്, 4 കോഴ്സസ് ഒരു കാര്യം ഉണ്ടാകാൻ. ഒന്ന് അതിൻ്റെ മെറ്റീരിയൽ കോഴ്സാണ്. അപ്പോൾ ചെറിയ ഉദാഹരണം വരാം, ഒരു പൊറാട്ട എടുത്ത് നോക്കുക. പൊറാട്ട ഉണ്ടാക്കാൻ മൈദ വേണ്ടേ, മാറ്റർ വേണം. അതിനാണ് അതിൻ്റെ മെറ്റീരിയൽ കോഴ്സ്. പിന്നെ അതിൻ്റെ ഒരു ഫോർമൽ കോഴ്സ് എന്ന് പറയും. അതിൻ്റെ ഫോം, ആ രൂപം വേണ്ടേ, അപ്പോഴല്ലേ പൊറാട്ട ഉള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ ഒരു എഫിഷ്യൻറ്റ് കോഴ്സ് എന്ന് പറയും, ഏജൻസി കോഴ്സ്. അത് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ, ആളോ മെഷീനോ എന്താ, ഉണ്ടാക്കാനൊരു സാധനം വേണ്ടേ, അങ്ങോട്ട് ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിൻ്റെ ലാസ്റ്റത്തിലാണ് ഫൈനൽ കോഴ്സ് എന്ന് പറയും. അതിൻ്റെ പർപ്പസ് എന്താണ്? പൊറാട്ടൻ്റെ പർപ്പസ് എന്താ? തിന്നാനല്ലേ. ഈ ലോകത്തെ എല്ലാത്തരം ഉണ്മകളെയും ഈ 4 കോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിശാസ്ത്രമായിരുന്നു ഒരു മുസ്ലിം ഫിലോസഫേഴ്സൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. അരിസ്റ്റോട്ടലിനോട് ചേർന്ന് കൊണ്ട് പിന്നെ ഇബ്നു സീനൊക്കെ ഈ ഒരു ഫിലോസഫി ആയിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ മുമ്പ് എന്തിനാണ് ഈ ലോകം, എന്തിനാണ് നമ്മൾ എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. പൊറാട്ട എന്തിനാന്നുള്ള പോലെ നമ്മൾ എന്തുകൊണ്ടുണ്ടായി, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്
എന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് ഫൈനൽ കോഴ്സ് എന്നൊക്കെ പറയും, അതിൻ്റെ ടെലിയോളജി എന്ന് പറയും. എല്ലാത്തിലും നമ്മളെന്തിനാ, പ്രപഞ്ചം എന്തിനാ? 19-ാം നൂറ്റാണ്ടിന് ശേഷം എന്ത് ചെയ്തു, ആ ഒരു കോഴ്സിനെ, ആ ഒരു അരിസ്റ്റോട്ടലിയൻ അല്ലെങ്കിൽ ഇബ്നു സീന ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സിനോട് ഒഴിവാക്കിയിട്ട് എന്തിനാണ് ആൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യം? പൊറോട്ട കഴിച്ചാൽ പോരെ, അതിൻ്റെ ഇനിയിപ്പോൾ എന്തിനാണെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല, അక్కడ നേരെ കഴിച്ചാൽ മതി. നമ്മളിപ്പോൾ ഏതായാലും ഇവിടെ ഉള്ളവരല്ലേ, ഇനിയിപ്പോൾ എന്തിനാണെന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്തിനാണ് ഈ പ്രപഞ്ചം ആലോചിക്കേണ്ട ആവശ്യമില്ല, ഉള്ള പ്രപഞ്ചത്തിനെ കുറിച്ചിട്ട് നമ്മളെ ശാസ്ത്രീയമായ പുരോഗതിക്കൊക്കെ സഹായിക്കുള്ളൂ എന്ന് മാത്രം മതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ചിന്താപരമായൊരു മാറ്റം വന്നു. അതോടുകൂടി എന്തിനു പ്രപഞ്ചം, എന്തിനു മനുഷ്യൻ എന്ന വലിയ അവൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥത്തെ നിർണ്ണയിക്കുന്ന ആ തലത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഒരു നോളജ് ട്രഡീഷനാണ് സെക്യുലർ ആയിട്ടുള്ള ഒരു ലോകം പിന്നീട് മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായിട്ടും ആ ലോകവീക്ഷണത്തിൽ പിന്നെ എന്തിനാണ് നമ്മൾക്ക് മറ്റൊരു ലോകം, ഈ പ്രപഞ്ചം എന്തിന്, പ്രപഞ്ചത്തിന് പിന്നിൽ എന്തെങ്കിലും പൊരുളുണ്ടോ, സൃഷ്ടിച്ച ആരെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ അന്വേഷണങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ അത്തരം ഒരു ഐഡിയോളജി അവരതിലൂടെ കടത്തി. ഇതാണ് ഒരു പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സെക്യുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജിൻ്റെ ഒക്കെ ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലനിൽക്കുന്നതാണ്. ഏകദേശം ആ 19-ാം നൂറ്റാണ്ടിന് ശേഷം പലതരത്തിലുള്ള ആർഗ്യുമെന്റേഷനുകളും ഐഡിയോളജികളൊക്കെ ഉണ്ടായി ലോകത്ത്. അപ്പം അതിൽ വന്ന ഒന്നാണ് എംപിരിസിസം. നമ്മളെ അനുഭവിക്കുന്ന ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, അതല്ലാത്തതൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ്, അതിനാണ് ഒരു എംപിരിസിസം എന്ന് പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ ഉന്നയിച്ചു. അപ്പം നമുക്ക് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ടും ലോകത്ത് നിലനിൽക്കുന്ന വസ്തുതകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനുഷ്യർക്കതൊരു എംപിരിക്കലാണ്, അനുഭവവേദ്യമായിരിക്കണം, അവൻ്റെ ഉപകരണങ്ങൾക്ക് വിധേയമായി ടെസ്റ്റിഫയബിൾ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ്, ആ ഒരു ഫിലോസഫി, അതാണ് എംപിരിസിസം മുന്നോട്ട് വെച്ചിരുന്നത്. ഒരു തരം തീവ്രമായ മനുഷ്യൻ്റെ യുക്തി അതിന് പ്ലേസ് ചെയ്തില്ല. യുക്തി എന്നല്ല, മനുഷ്യൻ്റെ അനുഭവങ്ങളാണ്, ഇമോഷൻസ് ആണ് ഇതിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളൊരു സ്റ്റാൻഡ് പറഞ്ഞു. തൊട്ടപ്പുറത്ത് ആര് വന്നു? കാൻഡ് വന്നിട്ട് എന്ത് പറഞ്ഞു? റാഷണലിസാണ്. അങ്ങനെ മനുഷ്യൻ്റെ അനുഭവം എന്നല്ല, യുക്തിയാണ്. കേവലം യുക്തി മാത്രമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളെയും, റീസണാണ് നിർവചിക്കുകയും ചെയ്യുന്നത്. റീസൺ കൊണ്ട് മാത്രം തന്നെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു. ആര് പറഞ്ഞു? കാൻഡിനെ പോലത്തെ ആളുകൾ റാഷണലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡിൽ നിന്ന് വാദിക്കുകയുണ്ടായി. ചില ആളുകൾ അതിൽ നിന്ന് ഒന്നുകൂടി കടന്നിട്ട് അഗസ്റ്റസ് കോംറ്റെ എന്നറിയും, അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ പോസിറ്റിവിസം ഉണ്ട്, ഒരു പോസിറ്റിവിസ്റ്റിക് സ്റ്റാൻഡ്. അതും ഈ പറഞ്ഞ മാതിരി ലോകത്ത് നിലനിൽക്കുന്ന ഏതൊരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അന്വേഷണങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ലെജിറ്റിമേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധൂകരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ സാധുത കിട്ടുന്നത്, ശരിയാകുന്നത്, അത് സയന്റിഫിക്കലി ടെസ്റ്റിഫയബിൾ ആയിരിക്കണം, പ്രൂവൺ ആയിരിക്കണം. അപ്പോൾ മാത്രമാണ് അതിന് സ്വീകാര്യമാവുകയുള്ളൂ എന്നൊരു ആർഗ്യുമെന്റ് കോംറ്റെ കൊണ്ടുവന്നു. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ സയന്റിസം എന്ന് പറയും. ഇന്നലെ ചർച്ച വന്നിനോ സയന്റിസം എന്ത് പറഞ്ഞു? ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറഞ്ഞാൽ അത് സയൻസ് മാത്രമാണ്. നമ്മുടെ അന്വേഷണങ്ങളിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് സയന്റിസ്റ്റ് ആണ് പറഞ്ഞു. രണ്ട് തരം സയന്റിസം, എപ്പിസ്റ്റമോളജിക്കൽ സയന്റിസ്റ്റ് എന്ന് പറയും, മെത്തഡോളജിക്കൽ സയന്റിസ്റ്റ് എന്ന് പറയും. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ ആയ ഒരേ ഒരു വിവരം അത് ശാസ്ത്രത്തിൻ്റെതാണ്. മെത്തഡോളജിക്കൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷണങ്ങൾക്കും അറിവിൻ്റെ സമ്പാദനങ്ങൾക്കുമുള്ള ഒരേ ഒരു മാർഗം അത് ശാസ്ത്രം പറയുന്ന മാർഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതിനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. ഹ്യൂമാനിറ്റീസിലാവട്ടെ, സോഷ്യൽ സയൻസിലാവട്ടെ, മതങ്ങളുടെ വിഷയത്തിലൊക്കെ സയൻസിൻ്റെ ലെൻസ് വെച്ചിട്ട് നോക്കണം എല്ലാ കാര്യങ്ങളെയും എന്ന ഒരു നെറേറ്റീവ് അതും കൊണ്ടുവന്നു. ഒരു കൂട്ടർ പറഞ്ഞു, ഒരുതരം സിദ്ധാന്തക്കാർ പറഞ്ഞു യുക്തി മാത്രമാണെന്നുള്ള ആ ഒരു സ്റ്റാൻഡ്, എക്സ്ട്രീം സ്റ്റാൻഡ് എടുത്തു. മറ്റു ചിലർ എംപിരിസിസ്റ്റുകൾ വാദിച്ചു മനുഷ്യൻ്റെ എംപിരിക്കൽ ആയിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു. സയന്റിസം പറയുന്നവരെന്ത് വാദിച്ചു? ശാസ്ത്രം മാത്രമാണ് അതിൻ്റെ വഴിയെന്നും ഓരോരുത്തരും വാദിച്ചു. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അണ്ടർലൈൻ ഇവരൊക്കെ ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ അടിത്തറയായി നിലകൊള്ളുന്നത്, അതിൻ്റെയൊക്കെ ഒരു അടിക്കല്ലായിട്ട് നിലനിൽക്കുന്ന ഒരു ഫിലോസഫിയാണ്, അത് മെറ്റീരിയലിസം ആയിരുന്നു. ഈ പറഞ്ഞ ആരും തന്നെ മെറ്റാഫിസിക്കൽ എന്നുള്ള ആസ്പെക്റ്റിനെ അംഗീകരിച്ചിരുന്നില്ല. എല്ലാവരും ഫിസിക്കൽ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയ ലോകത്തിനെ മാത്രമാണ് അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്തത്. ആ ലോകത്തിൽ ഇനി എങ്ങനെ യുക്തി മാത്രം, ചിലർ എന്താ പറഞ്ഞു അനുഭവം മാത്രം, മറ്റു ചിലരൊന്നും ശാസ്ത്രം മാത്രം എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അവർ റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്താണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഒരു സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നത്? വളരെ എക്സ്ട്രീമിസം ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഒന്നിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യണം, ഒന്നെങ്കിൽ യുക്തിനെ മാത്രം, അനുഭവത്തെ മാത്രം. അപ്പോൾ എക്സ്ട്രീമിസം എന്നുള്ള ഒരു പോരായ്മ നമുക്ക് എപ്പോഴും തന്നെ ലിബറൽ എപ്പിസ്റ്റമോളജിയുടെ അതിൻ്റെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നെന്താണ്? എക്സ്ട്രീമിസം ആണ്. വളരെ തീവ്രവാദം പറയാലോ. തീവ്രവാദം എന്ന് പറഞ്ഞാൽ പലതരങ്ങളിലുള്ള
പലതരം അനുഭവങ്ങളെയും അറിവിന്റെ വഴികളെയും ഒക്കെ നിരാകരിച്ചുകൊണ്ട് വളരെ ഏകശിലാത്മകമായിട്ടുള്ള ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അറിവന്വേഷണത്തിന് എന്ന ഒരു തരം ആർഗ്യുമെന്റ് റൈസ് ചെയ്യാം. ഇതിനെ ശരിക്കും റജബ് സെൻതുർക്ക്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് റെഫറൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് വായിക്കേണ്ടത്. റജബ് സെൻതുർക്ക് പറയും, ഒരു സ്കോളറാണ്. ഇപ്പോൾ അദ്ദേഹം HBK അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിലൊക്കെ ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ട്, മൾട്ടിപ്ലക്സ് അൽ ഖസാലീസ് മൾട്ടിപ്ലക്സ് എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്. റജബ് സെൻതുർക്കൊക്കെ ഇതിനെ പറയുന്നത് ഈ ഒരു വിശാലമായിരുന്ന ഒരു അറിവിന്റെ തലത്തെ, മെറ്റാഫിസിക്കൽ, സ്പിരിച്വൽ, ഇങ്ങനെ പല തലങ്ങളുണ്ടായിരുന്ന അറിവിനെ ചുരുക്കി കാണിക്കുന്ന ആധുനികതയുടെ ഒരു ലിബറൽ ഒരു സമീപനത്തെ അദ്ദേഹം അതിനെ കോയിൻ ചെയ്തത് എപ്പിസ്റ്റമോളജിക്കൽ റിഡക്ഷനിസം എന്ന് പറയും. എപ്പിസ്റ്റമോളജിക്കൽ റിഡക്ഷനിസം, റെഡ്യൂസ് ചെയ്ത് ന്യൂനീകരിക്കുക എന്ന് പറയും. ഒരു കാര്യത്തെ ലഘൂകരിക്കുക, വിശാലമായിരുന്ന പല വിധാനങ്ങൾ ഉണ്ടായിരുന്ന അറിവിന്റെ മാർഗങ്ങളൊക്കെ ഒരച്ചിലേക്കാക്കി പറഞ്ഞു. എപ്പിസ്റ്റമോളജിക്കൽ റിഡക്ഷനിസം എന്ന് പറയും. അല്ലെങ്കിൽ മെത്തഡോളജിക്കൽ മോണിസം എന്ന് പറയും. മോണോലിത്തിക് എന്ന് പറഞ്ഞിട്ടില്ലോ, ഒരേ ഒന്ന് എന്നുള്ള ഒരു അർത്ഥം, മൾട്ടി അല്ലാത്ത. അപ്പൊ മെത്തഡോളജിക്കൽ മോണിസം, ഒരേ ഒരു വഴി മാത്രമാണ് ഇതിനൊക്കെ ഉള്ള എപ്പിസ്റ്റമോളജിക്കൽ മോണിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരം ഒരു പുതിയൊരു ട്രഡീഷനാണ് ആധുനികത കൊണ്ടുവന്നത്. അപ്പം ആ ഒരു ബേസിൽ നിന്നാണ് പിന്നെ എന്തു വന്നത്, ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന നോളജിന്റെ ഒക്കെ ഒരു ട്രഡീഷൻ ഉള്ളത്. കൊളോണിയൽ ശക്തികൾ എന്ന് പറയാൻ ശരിക്കും ഒവാമിറഞ്ചും എന്ന് പറഞ്ഞ ഒരു സ്കോളർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു എപ്പിസ്റ്റമോളജിക്കൽ ഇംപീരിയലിസം എന്ന് പറയും. എപ്പിസ്റ്റമോളജിക്കൽ ഇംപീരിയലിസം. ഇപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. എപ്പിസ്റ്റമിസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. ജനോസൈഡ് എന്ന് പറഞ്ഞൊരു വാക്കുകൾ കേട്ടില്ലേ? ജനോസൈഡ് ഇന്നത്തെ കാലത്ത് അതിന്റെ അർത്ഥം അറിയാത്തവരുണ്ടാവും. പലസ്തീനിൽ നടക്കുന്നത് ഒരു ജനോസൈഡാണ്, റയോട്ടല്ല എന്ന് പറയും. ഇതൊരു വംശഹത്യയാണ് കൂട്ടമായിട്ടുള്ളത്. എന്താ ചെയ്യുന്നത്? വംശഹത്യ പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ജീവൻ തന്നെ, അവന്റെ അസ്തിത്വത്തെ തന്നെ നിരാകരിച്ചിട്ട് വംശഹത്യ നടത്തുക അല്ലേ? ഇത് ജ്ഞാനശാസ്ത്ര തലത്തിൽ ഇത് വന്നിട്ടുണ്ട്. എന്താണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്? വെസ്റ്റ് അല്ലാത്ത എല്ലാത്തരം നോളജിന്റെ ട്രഡീഷനെ എന്താണ് നിരാകരിച്ച് തള്ളി ഇല്ലാതാക്കി. അതിനാണ് എപ്പിസ്റ്റമിസൈഡ് എന്ന് പറയും, അഥവാ എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള ഒരു ജനോസൈഡ്. അപ്പൊ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു അറിവിന്റെ ഒരു ട്രഡീഷൻ ഒന്നുമില്ല, രീതിയില്ല. വെസ്റ്റ് എന്ത് പറയണോ ആ രീതിയിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡിൽ നിന്ന് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുക എന്നുള്ളതായി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ വെസ്റ്റ് നിർമ്മിച്ചിട്ടുള്ള, വെസ്റ്റ് സെക്യുലറൈസ് ചെയ്തിട്ടുള്ള ഒരു അറിവിന്റെ ഒരു ഘടനയാണ് ഈ ലോകത്തുള്ളത്. ആ ഘടനയിൽ നിന്നുമാണ് നമ്മളെ ആലോചനകളൊക്കെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ ആലോചനകളിലും ആ ഒരു സങ്കുചിതമായ, വളരെ പരിമിതമായ ഒരു ആലോചനകൾ ഉണ്ടാകും. കാരണം അവര് അത്രമാത്രം അതിനെ മുമ്പുണ്ടായിരുന്നു, പ്രീ മോഡേൺ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അറിവിന്റെ വിശാലമായ ഒരു വിധാനത്തെ ചുരുക്കിക്കൊണ്ട് ഒരു ഏകശിലാത്മകമായ രൂപത്തിലേക്കാക്കി അതിനെ ഒതുക്കി ചുരുക്കി കാട്ടി. ആ ഒരു നോളജിന്റെ ഒരു സ്ട്രക്ചറിൽ നിന്നിട്ടാണ്, ഫ്രെയിംവർക്കിൽ നിന്നിട്ടാണ് നമ്മളിന്ന് മതത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് മതം അപ്രസക്തമാകുന്നത്, മതകീയ അനുഭവങ്ങൾ, മതകീയ ജീവിതങ്ങൾ അപ്രസക്തമാകുന്നത്. കാരണം വെസ്റ്റിന്റെ ഒരു നോളജ് ട്രഡീഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലിബറൽ എപ്പിസ്റ്റമോളജിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു കേവലം മിത്തുകളും അന്ധവിശ്വാസങ്ങളും അയാഥാർത്ഥമായിട്ടുള്ള വസ്തുതകളോടൊട്ടും യോജിക്കാത്ത ചില കാര്യങ്ങൾ മാത്രമാണെന്നൊരു നെഗറ്റീവ് വന്നു.